വിദ്യാഭ്യാസത്തിലൂടെ മോചനം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനമാണിത്. ശ്രീനാരായണ ഗുരു മനുഷ്യനെ പഠിപ്പിക്കുന്നു, അജ്ഞാനം, അന്ധവിശ്വാസം, സാമൂഹ്യ അസമത്വം എന്നിവയിൽ നിന്ന് മോചനം നേടാനുള്ള ഏറ്റവും ശക്തമായ ആയുധമായി വിദ്യാഭ്യാസത്തെ കാണുന്നു എന്നതാണ്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം എന്നത് വെറും അക്ഷരജ്ഞാനമോ പഠനമോ മാത്രമല്ല, അത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ആത്മീയ വികാസത്തിൻ്റെയും സമഗ്ര വളർച്ചയായിരുന്നു. ഒന്ന്, വ്യക്തിമോചനത്തിൻ്റെ മാർഗമാണ് വിദ്യാഭ്യാസം. ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ അജ്ഞാനമാണ് മനുഷ്യൻ്റെ ഭയത്തിൻ്റെയും അസുരക്ഷയുടെയും അസമത്വത്തിൻ്റെയും മൂലകാരണം. വിദ്യാഭ്യാസം മനുഷ്യനെ ചിന്താശേഷിയുള്ളവനാക്കുന്നു, സ്വബോധം നൽകുന്നു, അന്ധവിശ്വാസത്തിൽ നിന്ന് ഉയർത്തുന്നു, ആത്മവിശ്വാസവും ആത്മാഭിമാനവും നൽകുന്നു. ഇത് മനുഷ്യനെ സ്വയം ശക്തനാക്കുന്ന മോചന പ്രക്രിയ തന്നെയാണ്. സാമൂഹിക മോചനത്തിനുള്ള ശക്തിയായി വിദ്യാഭ്യാസത്തെ ഗുരു കാണുന്നു. ഗുരുവിൻ്റെ കാലത്ത് സമൂഹം ജാതി മതഭേദങ്ങളാൽ തകർന്നു കിടന്നിരുന്നു. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞ ഗുരു വിദ്യാഭ്യാസം ജാതി മതഭേദങ്ങൾ തകർക്കുന്ന ഏറ്റവും പ്രബലമായ മാർഗമാണെന്ന് വിശ്വസിച്ചു. വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ മനുഷ്യൻ സമത്വം, ആത്മാഭിമാനം, മാനവികത എന്നിവ തിരിച്ചറിയുന്നു. അതുവഴി സമൂഹം ഉയർന്ന തലത്തിലേക്ക് ഉയരുന്നു. മറ്റൊന്ന്, സാമ്പത്തിക ശാക്തീകരണമാണ്. വിദ്യാഭ്യാസം വ്യക്തിക്ക് തൊഴിൽ നൈപുണ്യം നൽകുകയും സമ്പാദ്യശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഗുരു ശുപാർശ ചെയ്ത വസ്തുതകൾ ഇവയെല്ലാമാണ്. ഒന്ന്, പ്രായോഗിക വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, തൊഴിൽ പരിശീലനം. ഇവയിലൂടെ പിന്നോക്ക സമൂഹങ്ങൾക്കും ആത്മനിർഭരതയ്ക്കും പുരോഗതിയും എല്ലാം നേടാനാവും. മാനസിക, നൈതിക, ആത്മീയ വളർച്ചയാണ് ഗുരുവിൻ്റെ ദർശനങ്ങളിൽ അടുത്തത്. ഗുരുവിന് വിദ്യാഭ്യാസം വെറും ഒരു ബുദ്ധിവികാസമായിരുന്നില്ല. മനുഷ്യൻ്റെ മാനസികമായിട്ടും നൈതികമായും ആത്മീയമായിട്ടും വളർച്ച ഉറപ്പാക്കുന്ന സമഗ്രമായ ഒരു പ്രക്രിയ തന്നെയായിരുന്നു. അത് വളർത്തേണ്ടത് സ്നേഹം, കരുണ, സഹിഷ്ണുത, ധാർമ്മിക ബോധം. ഇത് സമൂഹത്തിൽ സമന്വയം വളർത്തുന്നു എന്ന് ഗുരു ദർശിക്കുന്നു. ഒരുവരെയും ഒരുത്തനെയും മാറ്റി നിർത്താതെ സർവജന വിദ്യാഭ്യാസമാണ് ഗുരു വിഭാവനം ചെയ്യുന്നത്. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കണമെന്നായിരുന്നു ഗുരുവിൻ്റെ ശക്തമായ ദർശനം. അതിനായി അദ്ദേഹം പള്ളികളും വിദ്യാലയങ്ങളും തുറന്നു നൽകി. ഇതിലൂടെ വിദ്യാഭ്യാസം അവകാശമല്ല, എല്ലാവർക്കും ലഭിക്കേണ്ട അടിസ്ഥാന മൂല്യമാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ വിദ്യാഭ്യാസത്തിലൂടെയുള്ള മോചനം എന്ന ഈ ആശയം അജ്ഞാനത്തിൽ നിന്നും, പീഡനത്തിൽ നിന്നും, ദാരിദ്ര്യത്തിൽ നിന്നും, ഉദാസീനതയിൽ നിന്നും മനുഷ്യനെ ഉയർത്തി സമത്വവും സ്വാതന്ത്ര്യവും മനുഷ്യവിലയും നൽകുന്ന സമഗ്ര വഴിയായിരിക്കും. നന്ദി, നമസ്കാരം.